ഇതിഹാസിൻ്റെ കണ്ണ് മാത്രമാണ് ആദ്യം ഞാൻ കാണുന്നത്, പിന്നെ പേരും, പിന്നെ ഇതിഹാസിനെ പറ്റിയുള്ള കഥകൾ മാത്രം ഇങ്ങനെ കേട്ടോണ്ടേയിരിക്കുന്ന കണ്ടിന്യൂസ് ആയിട്ട്. ഇതിഹാസം കിട്ടിയപ്പോഴത്തേക്ക് അവൾക്കൊരുമാതിരി സ്വർഗം കിട്ടിയ ഒരു ഫീലായിരുന്നു. അവളെ സന്തോഷം കണ്ടിട്ട് തന്നെ എനിക്ക് തോന്നുന്നു അവള് ഇതിഹാസത്തിന്റെ കണ്ണാണ് ഞാൻ ആദ്യം കാണിച്ചു കൊടുത്തത്. ഞാനാണ് അവൾക്ക് ഒരു ആദ്യം ഞാൻ പറഞ്ഞു നേരിട്ട് കണ്ടാൽ മതി, പിന്നെ ഇവളെ എനിക്ക് ശല്യം സഹിക്കാൻ വയ്യാതെ കണ്ണ് കാണിച്ചു കൊടുത്തു. കണ്ണ് കണ്ടാൽ മാത്രമല്ല ഇവർക്ക് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് പറഞ്ഞ പോലെ അവസാനം ഞാൻ ഇവൻ പറഞ്ഞത് കേൾക്കാതെ അവൾക്ക് ഫോട്ടോ കാണിച്ചു കൊടുത്തു. ഞാൻ സത്യം പറഞ്ഞ വെയിറ്റിംഗ് ആണ്. നാളത്തെ ദിവസം ഒന്ന് കഴിഞ്ഞ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലൈഫ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാലോ എന്നുള്ളതാണ്. ഞങ്ങളൊരു കമന്റ് ചെയ്താണ് ചേട്ടന്റെ എല്ലാ ഫോട്ടോയിലും ചേച്ചി കമന്റ് ഇടും. അങ്ങനെയാണ് ഞങ്ങൾ ഇതിൻ്റെ പേര് ഒപ്പുകാട്. മണ്ണിൽ പൂക്കും കനിവായി നീ അലിയുമേതോ ഒരു പൂവിരിന്ന് നമുക്ക് ഏത് സമയം കൃത്യമെന്ന് അറിയാൻ പറ്റില്ല എന്ന് പറയും. പക്ഷെ സത്യം പറയും ഇവരുടെ ലവ് സ്റ്റോറി അത് ഞാൻ കൃത്യമായിട്ടുള്ള ഞാൻ കണ്ടതാണ്, അതെങ്ങനെയാണ് ബിഗിൻ ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരാളായതുകൊണ്ട് തന്നെ ഇന്ന് ഈ പള്ളിയിൽ ഈ ഒരു മൊമെന്റ് കാണുമ്പോൾ എനിക്കിങ്ങനെ ഫീൽ ചെയ്യാമെന്ന് നിങ്ങൾ ചോദിക്കാലോ. അവന്റെ കല്യാണം കാണുമ്പോ നല്ല സന്തോഷമായിട്ട് വരുന്നു. നമ്മുടെ തറവാട്ടിലെ 15ാമത്തെ പേരക്കുട്ടിയുടെ വിവാഹമാണ് നാളെ. അപ്പോൾ നിസ്സാര കാര്യമല്ല അത്. അപ്പോൾ അതിനെല്ലാവിധ ആശംസകളും നേരുന്നു. ഈ സോളമനും ശോഷണയും കണ്ടുമുട്ടി പണ്ടേ മാമോദിസ പ്രായം തൊട്ടേ ഉള്ളറിഞ്ഞേ തമ്മിൽ കണ്ണ് കൊണ്ടും ഉള്ളു കൊണ്ടും മിണ്ടാതെ മിണ്ടി പണ്ടേ. നേരിട്ട് കണ്ടപ്പോഴത്തേക്ക് പിന്നെ ചില മൊമെന്റ്സ് നമുക്ക് മനസ്സിലാവുമല്ലോ, ഇതാണ് അങ്ങനെയാണ്. സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും നിന്റെ ഭാര്യയായി നീ സ്വീകരിക്കുന്നു. ആൽഫ പൂർണ്ണമായ സമ്മതത്തോടും ഇതിഹാസത്തിൽ നിന്റെ ഭർത്താവായി നീ സ്വീകരിക്കുന്നു. എനിക്ക് നമ്മുടെ ഉള്ളിൽ ആഗ്രഹിക്കുന്ന ആ ഒരു കോറിലുള്ള ആഗ്രഹിക്കുന്ന ആ ഒരു സ്നേഹം ഉണ്ടല്ലോ, അത് ഇതിഹാസത്തിന് മാത്രമേ തരാൻ പറ്റുള്ളൂ. ലൈക്ക് ഇതിഹാസത്തിലാണ് നമുക്കത്, എനിക്ക് അത് ഫുൾഫിൽ ആയത്. കോരിച്ചൊരിയുന്ന മഴ എന്നൊക്കെ പറയില്ലേ, ആ മഴ പോലെ തന്നെ ഇതിഹാസിന്റെ ജീവിതം ഒരു കുളിർമഴ പോലെയാണ്. പ്രായം തൊട്ടേ ഉള്ളറിഞ്ഞേ തമ്മിൽ അപ്പോൾ 100ാമത്തെ മെമ്പർ
ആൽഫയെ വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും അതിലേറെ നന്ദിയോടും കൂടി ഞങ്ങൾ ദൈവത്തിന് സമർപ്പിച്ചും ഈ കുടുംബത്തിലേക്ക് സ്വീകരിക്കുകയാണ്. മിന്നുങ്ങിൻ പാടം പകരം നൽകി വിളവെല്ലാം ഇരുപേരും വീതിച്ചു 50 നോമ്പ് കഴിഞ്ഞവാറേ മനസ്സങ്ങു താനേ തുറന്നു വന്നു. ഈ സോളമനും ശോഷണയും കണ്ടുമുട്ടി പണ്ടേ മാമോദിസ പ്രായം തൊട്ടേ ഉള്ളറിഞ്ഞേ തമ്മിൽ. പുറമെന്ന് കലാകാരന്മാരോ ഒന്നും ഇല്ലാതെ ഇവിടെയുള്ള കുട്ടികളും പ്രായവരും മാത്രമാണ് ഇന്നത്തെ പ്രോഗ്രാമുകളൊക്കെ അവതരിപ്പിച്ചത്. അതും ഇവിടുത്തെ വലിയൊരു പ്രത്യേകതയാണ്. നമ്മളെന്തോ ഒരു ഭാഗം കംപ്ലീറ്റ് അല്ലാത്തൊരു ഭാഗം അപ്പുറത്തുനിന്ന് കിട്ടിയ പോലെ. ഇരിയാസിനോട് മിണ്ടാണ്ടിരിക്കണതിന് അങ്ങനെ ഇരിക്കാനൊന്നും പറ്റില്ല. അങ്ങനെയാണ് ഈ മുത്തോണിനെ എനിക്ക് കിട്ടിയത്.